പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം എപ്പിസോഡാണ് ഇത്. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞു, ഈശോ ഇന്നും ജീവിക്കുന്നു, സുഖപ്പെടുത്തുന്നവനാകുന്നു എന്ന അമ്മയുടെ അതിരത്തിലൂടെ ഞാൻ അനുഭവിച്ചതും കേട്ടതുമല്ല. അന്നു മുതൽ ഈശോയുടെ വിശുദ്ധ കുർബാനയിലെ സജീവ സാന്നിധ്യം വിശ്വസിക്കാനും അനുഭവിക്കാനും എനിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ അച്ഛനാകാൻ തീരുമാനിച്ചു. SSLC പാസ്സായി. അമ്മയോട് ഓടിച്ചെന്ന് പറഞ്ഞു, വിചാരിച്ചുകൊണ്ട് ചെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മിഷണറി ആകണം MSFSൽ. അതിന് കാരണം ഞങ്ങളുടെ ഇടവകയിൽ വയലച്ചൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രേക്ഷിത കേരളത്തിൽ അദ്ദേഹം എഴുതിയിരുന്ന ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ വിശാഖപട്ടണത്ത് MSFSൽ ഉണ്ടായിരുന്ന സക്കറിയാസ് കരോട്ടുപാറ അച്ഛൻ കൂടെ വരുമ്പോൾ അവർക്ക് വരുമ്പോൾ എല്ലാം മിഷനെ പറ്റി പറയും. അങ്ങനെ ഒരു മിഷണറി ആകണം, ഹൈന്ദവരുടെയും മറ്റു ജാതികളോടും വചനം പോഷിക്കണം, അവരെയൊക്കെ ഈ ക്രിസ്ത്യാനികളാക്കണം എന്ന ചിന്ത എന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മിഷന് പോവാണ് എന്ന് പറഞ്ഞു. അന്നൊക്കെ മിഷന് പോകാമെന്ന് പറഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോകുന്നതാണ്. ദൂരെ വിശാഖപട്ടണം എന്നൊക്കെ പറഞ്ഞാൽ പ്രായമുള്ളവർ മിശികാപട്ടണം എന്ന് പറയുമായിരുന്നു. നല്ലപോലെ ഉച്ചരിക്കാൻ പറ്റാഞ്ഞിട്ട് വിശാഖപട്ടണം, മിശികാപട്ടണം. അങ്ങനെ അതെ, ഞാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങളുടെ മകൻ മാത്യു ആലപ്പാട്ട്, ആ കൊല്ലമാണ് വൈദികനായത് 63. അപ്പോൾ അദ്ദേഹത്തെ എൻ്റെ മനസ്സിൽ ഒരു ആരാധ്യപുരുഷനായിരുന്നു. അഥവാ എനിക്ക് ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയായിരുന്നു കൊച്ചച്ഛൻ. അദ്ദേഹമാണ് എന്നെ മൗണ്ട് മേരി സെമിനാരി, ആറുമാനൂർ, ഇന്ന് ആ സെമിനാരി ഇല്ല, അതാണ് ഏറ്റുമാനൂരിലുള്ള SFS സെമിനാരി, എന്നെ അവിടെ കൊണ്ടുവന്ന് ചേർത്തു. ബഹുമാനപ്പെട്ട വയലച്ചനായിരുന്നു അന്നത്തെ ആധ്യാത്മിക ഗുരു. അദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് ആദ്യം സീറോ മലബാർ സഭയിൽ നിന്ന് മിഷണറിയായിട്ട് ആദ്യം പോകുന്നത്, വിശാഖപട്ടണത്തിൽ പോകുന്നത്. അതിനെ തുടർന്നാണ് വലിയൊരു മിഷണറി പ്രവാഹം തന്നെ കേരളത്തിൽ ഉണ്ടായതും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ അതെ, അദ്ദേഹം എന്നെ കണ്ടു, എൻ്റെ SSLCയുടെ മാർക്കെല്ലാം കണ്ടു, എല്ലാം തൃപ്തിയായിട്ട് പറഞ്ഞ നല്ല തടിയൊക്കെ ഉണ്ട്, ബെഞ്ച് പിടിക്കാൻ കൊള്ളാം, ഒത്തിരി തമാശ പറയുന്ന അച്ഛനായിരുന്നു. അങ്ങനെ അവിടെ ചേർന്നു. മനുഷ്യന്മാരി വെച്ചും ഞാൻ ഈ സക്രാരിയെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് പാലാ ബാങ്ക് പൊട്ടുന്നു. ഞങ്ങളെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ടു. കാരണം പൈസ ഇല്ലായിരുന്നു സെമിനാരി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഞാൻ അല്പം എൻ്റെ ചരിത്രം കൂടി ഇതിൽ പറയുകയാണ്. അവിടെ ഞങ്ങൾ വീടുകളിൽ പോയി കപ്പയും അരിയൊക്കെ കൊണ്ടുവന്നു. എന്നെ ചങ്ങനാശ്ശേരി അരമനയ്ക്ക് പറഞ്ഞു വിട്ടു. കാരണം അന്ന് ഞള്ളിയിൽ സ്റ്റനിസ്ലാവോസ് അച്ഛനായിരുന്നു അവിടുത്തെ പ്രൊക്കുറേറ്റർ, ഭൗമിക കാര്യങ്ങൾ നോക്കുന്നവൻ. അന്ന് കാവുകാട്ട് പിതാവിൻ്റെ കാലം. അന്നാണ് കാവുകാട്ട് പിതാവ് ചമ്മാച്ച എന്ന് ആദ്യം വിളിക്കുന്നത് 2 തവണ. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ആ സെമിനാരിലെ പഞ്ഞം തീരുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ ഹൃദയം മുഴുവൻ ദിവസക്കാരിലെ ഈശോ, എനിക്ക് വൈദികനാകണം, അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാന ചൊല്ലണം. അത് കഴിഞ്ഞ് നൊവിഷ്യേറ്റിൽ പോകുന്നു. നൊവിഷ്യേറ്റ് വിശാഖപട്ടണത്ത് സരീശ്യാനം എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്ക് ഒരു ദുശീലം ഉണ്ടായിരുന്നു, സ്വയം ഭോഗം ചെയ്യുക. എൻ്റെ കൂട്ടുകാരി നിന്നാണ് പഠിച്ചത്. എൻ്റെ വികാരിച്ചൻ പറഞ്ഞ പാപമാണ്. അത് ഏതെങ്കിലും സന്ദർഭവശാൽ പാപം ചെയ്താൽ കുമ്പസാരിച്ചിട്ട് കുർബാന കൈക്കൊള്ളാവൂ. ഇതെൻ്റെ ആഴത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, അതിനുശേഷം അത് ഈ സ്വഭാവം മാറാൻ ഒത്തിരി വയലച്ചനെ സഹായിച്ചു. എന്നാലും വല്ലപ്പോഴുമെല്ലാം സ്വയംഭോഗം ചെയ്യും. അതിനുശേഷം നൊവിഷ്യേറ്റിൽ ചെന്നപ്പോഴും തുടർന്നു. എൻ്റെ നൊവിഷ് മാസ്റ്റർ, അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരൻ ആണ്, ജോസഫ് മെനെ. അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറഞ്ഞു. അദ്ദേഹം പലതവണ പറഞ്ഞു, ഇത് മാറ്റാൻ അച്ഛനാകാൻ പറ്റത്തില്ല കേട്ടോ, അത് ദുശീലം മാറണം, വിശുദ്ധി വേണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു, ദൈവമേ, അച്ഛനാകാൻ പറ്റാതെ വരുമോ? അത് ഈ സ്വയംഭോഗം നിർത്തണമല്ലോ. സക്കാരി പോയി പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഒരു വിമോചനവും കിട്ടിയില്ല. ഒരു കുമ്പസാരത്തിന് അതൊരു വലിയ കുമ്പസാരമായിരുന്നു. ഒരു ധ്യാനം കഴിഞ്ഞ് അദ്ദേഹത്തോട് മുട്ടുകുത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ 2 കൈക്കും പിടിച്ച് എന്നെ സക്കാരിയുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, മുട്ടുക, നിൽക്കുക, കൈവിരിക്കാൻ പറഞ്ഞു. കൈവിരിച്ചു. അദ്ദേഹം ഉറാല, അതായത് സ്റ്റോള്, എൻ്റെ തലയിൽ വെച്ചു, പ്രാർത്ഥിച്ചു. ഫ്രഞ്ച് ഭാഷയിലാണ് പ്രാർത്ഥിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല.
ഭാഷാപരമൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ എനിക്കത് ഭാഷാപരമായിരുന്നു അദ്ദേഹം ഫ്രഞ്ചിൽ പ്രാർത്ഥിച്ചപ്പോൾ. പക്ഷേ ആ ആശ്വാസം തന്നപ്പോൾ വലിയൊരു ശക്തി എന്നിലേക്ക് ഒഴുകുകയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സക്കാരിയെ ഇങ്ങനെ തീവ്രമായിട്ട് നോക്കുന്നു. സക്കാരിയെ നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ ജീവിക്കുന്ന ഈശോയുടെ ശക്തി എന്നിലേക്ക് ഒരു പ്രവഹിക്കുന്ന അനുഭവം ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആശീർവദിച്ച് എന്നെ ചുംബിച്ചു. എന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, ഇനിയും നീ സ്വയംഭോഗം ചെയ്യില്ല എന്ന്. അതൊരു പ്രവചനമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ പ്രായമുള്ള അച്ഛൻ കരിസ്മാറ്റിക്കൊന്നുമല്ല, പക്ഷെ എല്ലാ അച്ഛന്മാരും കരിസ്മാറ്റിക്കാ. ഹല്ലേലൂയ. എല്ലാ വൈദികർക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപയുണ്ട് കെട്ടാനും അഴിക്കാനും. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ആ അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ ശക്തനായി ആ ചാപ്പലിൻ്റെ പുറത്തേക്ക്, കപ്പലുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അന്ന് മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, സ്വയംഭോഗം ചെയ്യാൻ ഇടയായിട്ടില്ല. ഞാൻ എന്നും അന്ന് അച്ഛൻ പറഞ്ഞ ഉപദേശം ഇതാണ്, 2 ഉപദേശം. ഒന്ന്, ദിവസക്കാരി നോക്കുമ്പം ഈ പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ബ്രഹ്മചര്യം എന്ന പുണ്യം. ബ്രഹ്മചര്യം വലിയ ശക്തിയാണ് മക്കളെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നും ഈ 50-ാം വയസ്സിൽ ഞാൻ ഈ വചനം ഘോഷിച്ച് ഈ വീൽ ചെയറിൽ കൂടി സഞ്ചരിച്ചു നടക്കുന്നുണ്ടെങ്കിൽ, ഈ വേദനകൾക്കെല്ലാം അതീതമായി പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ബ്രഹ്മചര്യത്തിൻ്റെ ശക്തി ആണ്. പിന്നെ പല വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഇത് അറിവില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ ദാനം കിട്ടുന്നത് ഇന്നും ജീവിക്കുന്നവനായ ഈശോയുടെ പക്കൽ നിന്നാണ്. അത് സക്രാരിയിലാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ജെയിംസേ, എന്നും സക്കാരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. അന്നൊക്കെ 5 അല്ല, അരമണിക്കൂറൊക്കെ 1 മണിക്കൂറും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീടും അതെ, ഈ പാപത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു, ഈ ബ്രഹ്മചര്യ അനുഭവത്തിൽ വളരാൻ. ഇപ്പോൾ എനിക്ക് സാഷ്ടാംഗമൊന്നും ചെയ്യത്തില്ല, നിങ്ങൾക്കറിയാം, നിൽക്കത്തില്ല, മുട്ട നിൽക്കത്തില്ല, നടക്കത്തുമില്ല. ഈ എൻ്റെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സക്കാരിയെ സൂക്ഷിച്ച് നോക്കാൻ പറയും, എൻ്റെ ഈശോയെ, ബ്രഹ്മചര്യം പാലിക്കാൻ കൃപ തരണമേ, അങ്ങേപ്പോലൊരു ബ്രഹ്മചാരിയായിരിക്കാൻ കൃപ എനിക്ക് തരണമേ. ഞാൻ വേറെ ക്രിസ്തു ആണല്ലോ. അതെ, കർത്താവെ ശക്തി തരൂ, ആത്മാവെ ശക്തി തരൂ. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. അതെ, എന്നെ ഒരിക്കലും ഈ അടിമത്തം അല്ലെങ്കിൽ ഈ ബന്ധനം ഉണ്ടാകാൻ അനുവദിക്കരുത്. അപ്പോൾ എൻ്റെ കൈകളും എൻ്റെ അവയവങ്ങൾ, പ്രത്യേകിച്ച് ലാംഗിക അവയവങ്ങളും ഈശോയ്ക്ക് കൊടുക്കും. എന്നിട്ട് ആ രക്തത്താൽ കഴുകും. ആത്മാവ് എന്നിലേക്ക് വരുന്ന അനുഭവം അതൊക്കെ കരിസ്മാറ്റിക് അനുഭവമാണ്. എങ്കിലും അന്ന് മുതൽ ഞാനിത് ചെയ്യുവാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഹൃദയം വിശുദ്ധമായിരിക്കണം. അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നരകത്തിൽ പോവും അദ്ദേഹം പറഞ്ഞു. അത് നമുക്കറിയാം, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 കൊറിന്തോസ് അധ്യായം 11, 27, 29. ആ പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മൾ നിത്യ നരകത്തിൽ പോകുമെന്ന്. മാത്രമല്ല, നമ്മൾ രോഗികളായിട്ട് മാറും, ബലഹീനരായിട്ട് മാറും, നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും, ആത്മാവ് മരിക്കുമെന്നും. ഇത് ശക്തമായി അദ്ദേഹം ബൈബിളൊന്നും പറഞ്ഞല്ല പറഞ്ഞതെങ്കിലും നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. വിൽ ഗോ ടു ഹെൽ, നരകത്തിൽ പോകാൻ എനിക്കിഷ്ടമില്ല. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇപ്പോഴും ഞാൻ ഓർക്കും, നരകത്തിൽ കൂടുതലും പട്ടക്കാരാകട്ടോ എന്ന്. ആച്ചന്മാരാണ്. അതിനുശേഷമാണ് MCBSലെ ദിവ്യകാരുണ്യ സഭയിലൊരു അച്ഛൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, നരകത്തിൽ കൂടുതലും മൊട്ടത്തലയും പട്ടത്തലയുമാണെന്ന്. ഞാൻ തമാശ അതൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. മൊട്ടത്തല എന്ന് പറഞ്ഞാൽ കന്യാസികളുടെ തല. അന്നൊക്കെ തല പഠിച്ചിട്ടാണല്ലോ തലമുണ്ട് കൊടുക്കുന്നത്. ഇന്നതൊക്കെ പോയി. അതുപോലെ പട്ടം പഠിക്കുമായിരുന്നു എല്ലാ വൈദികരും. അതുകൊണ്ട് പട്ടക്കാരെന്നവരെ വിളിക്കുമായിരുന്നു. പട്ടസഭ എന്ന കത്തോലിക്ക സഭയും വിളിക്കുമായിരുന്നു. പ്രിയമുള്ള, ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ഇതൊക്കെ ആഴമായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഇന്നും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും പ്രലോഭനങ്ങൾ ഉണ്ട്. ബ്രഹ്മചര്യത്തിൻ്റെ ആ പ്രലോഭനം വളരെ ഉണ്ട്. ഈ വയസ്സാം കാലത്തും ഉണ്ട്. എന്നാൽ ആ ദീപികാരണത്തിലെ ശക്തി അനുദിനം ഞാൻ കുർബാന ചൊല്ലുമ്പോൾ, ആ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്നിലേക്കൊഴുകും. എൻ്റെ ഓരോ അവയവങ്ങളെ ഞാൻ സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാപത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കും. അപ്പോൾ ശക്തിയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ബ്രഹ്മചര്യം, കന്യകത്വം, വിശുദ്ധി വലിയൊരു ശക്തിയാണ്.
അത് വൈദികനായാലും കന്യാസിക്കായാലും അൽമേനിക്കായാലും അത് ശുദ്ധര എന്ന പുണ്യം ശക്തിയാണ്. ഈ വിശുദ്ധി ഒഴുകുന്നത് ദിവികാരുണ്യത്തിൻ്റെ ആ ഉള്ളിൽ നിന്നാണ്. ആ ചോരയും നീരും ഒഴുകുമ്പോൾ ആ ശക്തി കിട്ടും. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാന്യമനായ ഈശോ, ഈ നിമിഷം അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഇന്ന് ബ്രഹ്മചര്യം, കന്യകത്വം, അശുദ്ധി ഇവയെപ്പറ്റി പറയാൻ തന്നെ പലർക്കും ധൈര്യമില്ല. അത്രമാത്രം ലോകം ഈ LGBTQ അതുപോലെ തന്നെ നിരവധിയായ ഒരേ തരത്തിലുള്ള ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതായത് പുരുഷൻ പുരുഷനെ കെട്ടുകയും സ്ത്രീ സ്ത്രീയെ കെട്ടുകയും അങ്ങനെയുള്ള മ്ലേച്ഛതകളെല്ലാം നടമാറുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ അറിയത്തില്ല ഇതിൻ്റെ ശക്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈശോയ്ക്ക് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കണമേ. ഒരു ബ്രഹ്മചാരിയായി ജീവിക്കാൻ, കന്യകയായി ജീവിക്കാൻ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ ഈശോയെപ്പോലാകാനുള്ളൊരു വിളിയാണ്. ശക്തി അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ആ ബലിസമയത്ത് തരും. ദിവികാരുണ്യത്തിലാണ് അത് ഈശോ ഹൃദയം മുറിക്കുന്നതും ആ ചോര ഒഴുക്കുന്നതും ആ ജീവജലം ഒഴുക്കുന്നതും. മക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ദിവികാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. ബ്രഹ്മചര്യത്തിൽ വൈദികരും മെത്രാന്മാരും വൈദിക വിദ്യാർത്ഥികളും വളരുവാൻ ഇടയാകട്ടെ. കന്യാസികളും തങ്ങളുടെ കന്യാവരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധരായി ജീവിക്കട്ടെ. വിവാഹിതരും ഭാര്യയായാലും ഭർത്താവായാലും വിരക്തി സംഭരിച്ചുകൊണ്ട് അവരുടെ ആ ശുദ്ധതയിൽ നിലനിൽക്കുവാൻ ഇടകൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ കർത്താവെ, ആ ശുദ്ധതയുടെ പുണ്യം കൊണ്ട് കർത്താവെ, ചാസ്റ്റിറ്റി എന്ന് പറയുന്ന പുണ്യം കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.